CA-യും മറ്റു കാര്യങ്ങളെല്ലാം നിൽക്കട്ടെ, അതൊക്കെ ഒരു വിഷയമാണ്. അതിനപ്പുറമുള്ളൊരു വിഷയം, ഇവിടെ കൂടി നിൽക്കുന്നവരിൽ 90% യുവാക്കളാണ്. ഈ യുവാക്കളുമായി ബന്ധപ്പെട്ട് അവിടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെട്ടത് ഈ BJP-യുടെ ഭരണകാലത്താണ്. 2 കോടി തൊഴിൽ ഓരോ വർഷവും കൊടുക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ട് തൊഴിൽ കൊടുത്തിട്ടില്ല. ഹങ്കർ ഇൻഡെക്സ് ഏറ്റവും കുറവ്, പാകിസ്ഥാനിലേക്കാൾ താഴെ പോയി. ഹാപ്പിനെസ് ഇൻഡെക്സ്, എല്ലാ ഇൻഡെക്സിലും ഇന്ത്യ രാജ്യം താഴോട്ട് പോയി. പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, ഡോളറിന്റെ മൂല്യം എല്ലാം മുകളിലോട്ട്, ഡോളറിന്റെ മുകളിലോട്ട് എല്ലാം മുകളിലോട്ട്. അത് പ്രത്യേകിച്ച് തീർത്തും അവഗണനയുള്ള ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം. എന്താണ് യൂത്തിന് ചെയ്തത് എന്നുള്ളത് BJP-യോടാണുള്ളതിലുള്ള ചോദ്യം. രണ്ടാമത്തത് കോൺഗ്രസിൻ്റെതായാലും CPM-ൻ്റെതായാലും ചോദ്യം. അതായത് ഇവർ രണ്ടുപേരും തർക്കിക്കുന്നത് ആരായിരുന്നാലും ശരി, ഏറ്റവും വിശ്വാസയോഗ്യമായത് ആര് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അവർ സോഷ്യൽ മീഡിയ അത് ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ വിഷയങ്ങൾക്ക് വളരെ കർമ്മതമായി സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾക്ക് ആരാണ് വളരെ ശക്തി ആരായിരിക്കും ജനങ്ങൾ ഒന്ന് ചോദിക്കണം, പറയൂ. ഇവിടെ സംസ്ഥാനത്തിന് വേണ്ടി വെക്കണത് ആരാണ്? ഇത് പറഞ്ഞ് പറയപ്പെട്ടു LDF അല്ലാതെ ആര്? അതാണോ? അത് ശരി. പറഞ്ഞോ, ഇവിടെ എന്താ സാധ്യത? ആര് ജയിക്കണം? എന്തുകൊണ്ട്? BJP-യോട് ചോദിക്കണം. BJP-യോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി ഇലക്ഷന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പൗരന്റെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. 15 ലക്ഷം രൂപ വരെ കൊണ്ടുവരാവുന്ന കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. വേറെ ഒരു ക്വസ്റ്റ്യൻ പറയാനുള്ളത്, നമ്മളെ കേരളത്തിനെ പോലെ സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം, അല്ലേ? ഇനി ഇവിടെ എന്താ അവസ്ഥ? കേരളത്തിൽ എന്തായാലും CPM തന്നെ വരണം. CPM നല്ല സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ട്. മാത്രല്ല സിവിൽ സപ്ലൈസ് സാധനം ഉണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, പെൻഷൻ കിട്ടുന്നുണ്ടോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും വലുത്. സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം. അതിവിടെ കിട്ടുന്നുണ്ട് കേരളത്തിൽ. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താ സ്ഥിതി? മനസ്സമാധാനത്തോടെ കിടന്നിറങ്ങാൻ പറ്റുന്നുണ്ടോ? ഒരു വിഭാഗത്തെ മുഴുവനും മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന BJP അധികാരത്തിൽ നിന്ന് പോവണം. മറ്റ് ഏത് പാർട്ടി വന്നാലും ശരി, BJP അധികാരത്തിൽ നിന്ന് പോവണം. ഇവിടെ CPM തന്നെ വരണം. അതെ, CPM വരണം, BJP അധികാരത്തിൽ നിന്ന് പോകണം എന്നാണ്. എന്താ ചേട്ടാ അഭിപ്രായം? ഇന്ന് 2 വയസ്സുള്ള ഒരു കുട്ടിയാണ് കേരളത്തിൽ മരിച്ചത്. അച്ഛൻ കൊന്നിട്ട്. അല്ല, അതും സർക്കാർ തമ്മിൽ എന്താ ബന്ധം? ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, കുട്ടി മരിച്ചതെങ്ങനെയാ? അല്ല, കുട്ടി മരിച്ചതെങ്ങനെയാ? എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെയാണ് കൂടുതലുള്ളത്. അല്ല, കുട്ടി മരിച്ചത് സർക്കാർ തമ്മിൽ എന്താ ബന്ധം? ഏറ്റവും കൂടുതൽ അല്ല, കുട്ടി മരിച്ചത് സർക്കാർ തമ്മിൽ എന്താ ബന്ധം? CPM-നോടാണ് നിലവിലെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അതിശക്തമായി നമ്മൾ അതിനെ എതിർക്കുന്നുണ്ട്. ഇവിടെ CPM ഇവിടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് പല റാലികളും പല പ്രക്ഷോഭങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ക്രിയാത്മകമായി നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ ഇന്ത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരണം. അത് CPM എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നടത്തുന്നത് ഇരട്ടത്താപ്പാണ്. കാരണം ഇവർ ഏതൊരു പ്രധാനമന്ത്രിയെ പോലും കാണിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് CPM. പിന്നെ ഇത്രയും ഭരണം വെച്ചിട്ട് ആളുകൾ വോട്ട് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ 8 വർഷത്തോളായുള്ള ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ പെൻഷൻ കുടിശ്ശിക 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക 1600 രൂപ ഇപ്പോഴും കൊടുക്കാനാണ്. 11,600 രൂപ ഇവിടെ കൊടുക്കാനാണ്. അവിടെ നിൽക്കട്ടെ, കെട്ടിട നികുതി, പെർമിറ്റ് ഫീസ്, ഡീസൽ സെസ്, വൈദ്യുതി ബില്ല്, വെള്ളക്കരം, ഇവിടെ എണ്ണിയാൽ സാർവജനികം കൂട്ടി. പിന്നെ ഈ കേരളം ഭരിക്കാത്ത ഇവരാണോ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്.